കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റീരിയോയിലേക്കുള്ള പവർ സപ്ലൈ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്പീക്കറിലേക്കുള്ള 4 കണക്ഷനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ മുന്നേ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ബാറ്ററി ടെർമിനലൊക്കെ അയച്ച സ്ഥിതിക്ക് റീസ്റ്റാർട്ട് ആയിട്ടാണ് സ്റ്റീരിയോ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ 4 സ്പീക്കേഴ്സും അറേഞ്ച് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്ന് ചില ഭാഗങ്ങൾ മ്യൂട്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സോങ് വെക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സോങ് വെക്കുമ്പോൾ എന്തായാലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. അതിപ്പോൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യലാണ്. നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് സൈഡിലെ ലെഫ്റ്റ് സൈഡ് സ്പീക്കർ കണക്ഷൻ ചെക്ക് ചെയ്യാൻ നോക്കലാണ്. ശരിക്കും നമ്മൾ ഈ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള മെത്തേഡില്ല. കാരണം നമ്മളിപ്പോൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആ പാർട്സ് നമ്മൾ കീ ഓണാക്കാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും. അപ്പോൾ നമുക്കിപ്പം വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവേ നമുക്ക് വരുന്ന സ്റ്റീരിയോൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു ഡയഗ്രാം സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഒരു പഴയ സ്റ്റീരിയോ ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെക്ക് ചെയ്യണം. പരമാവധി ഞാൻ വയറുകൾ ഷോർട്ടാകാത്ത രീതിയിൽ തന്നെ പരമാവധി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ റിയർ, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ളത് പ്രോപ്പറായി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത്. എല്ലാ വയറും നമ്മൾ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു ഓഡിയോ ട്രാക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഓഡിയോ ട്രാക്ക് പ്ലേ ചെയ്യുന്ന ഒരു വിഷ്വൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇൻ കേസ് ഒരു കോപ്പിറൈറ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ മാത്രം മാറ്റി ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ കേൾപ്പിച്ചു തരാം.